നമസ്കാരം. ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀರಲ್ವಾ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ പഠിച്ചിരുന്നോ? നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ಕಣ್ಣಿനെ ಕುರಿಚಾണ് സംസാരിക്കുന്നത്. ನನಗೆ ಸರಿಯಾಗಿ ಕಾಣಿಸುವುದಿಲ್ಲ. എനിക്ക് നന്നായി കാണുന്നില്ല. ನನಗೆ ಸರಿಯಾಗಿ ಕಾಣಿಸ್ತಾ ಇಲ್ಲ അങ്ങനെയും പറയാം. ನನಗೆ ಅರೆಬರೆ ಕಾಣಿಸ್ತಾ ಇದೆ അല്ലെങ്കിൽ ನನಗೆ അർദ്ധംബർദ്ധ കാണിസ്ತಾ ಇದೆ. അതായത് എനിക്ക് മങ്ങിയാണ് കാണുന്നത്. ನನಗೆ മയമയವಾಗಿ തോರುತ್ತಾ ಇದೆ. എനിക്കെല്ലാം മങ്ങിയതുപോലെ തോന്നുന്നു. ഇതും അത് തന്നെയാണ്. ನನಗೆ ಸ್ಪಷ್ಟವಾಗಿ ಕಾಣಿಸ್ತಾ ಇಲ್ಲ. എനിക്ക് സ്പഷ്ടമായി കാണുന്നില്ല. മലയാളം വാക്കല്ലേ, ಸ್ಪಷ್ಟವಾಗಿ, ಸ್ಪಷ್ಟമായി. ನನಗೆ ദൃഷ്ടിദോഷ ಇದೆ. എനിക്ക് ദൃഷ്ടിദോഷം, അതായത് എനിക്ക് കണ്ണ് കാണുന്നില്ല, അതായത് കണ്ണിന് പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. ನನಗೆ ദൃഷ്ടിദോഷ ಇದೆ. ನನ್ನ ಕಣ್ಣು ದಪ್ಪ ಆಗಿದೆ. എൻ്റെ കണ്ണ് ದಪ್ಪ മീൻസ് വീർക്കുക. ನನ್ನ ಕಣ್ಣು ದಪ್ಪ ಆಗಿದೆ, എൻ്റെ കണ്ണ് വീർത്തിട്ടുണ്ട്. പകരം വാക്കാണിത് ഉബ്ಬಿಕೊಂಡಿದೆ, അതും വീർക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ನನ್ನ കണ്ണു ಕೆಂಪು ആಗಿದೆ. എൻ്റെ കണ്ണ് അതായത് ചുവപ്പ് നിറത്തിൽ ആയിട്ടുണ്ട്. ಕೆಂಪು റെഡ്. ನನ್ನ കണ്ണു തുറിಸುತ್ತಾ ಇದೆ. എൻ്റെ കണ്ണ് ചൊറിച്ചിലെടുക്കുന്നുണ്ട്. അതായത് തുറിಸ್ತಾ ಇದೆ അതാണ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ನನ್ನ കണ്ണു ഉರಿಯುತ್ತಾ ಇದೆ. എൻ്റെ കണ്ണ് പുകച്ചിലെടുക്കുന്നുണ്ട്. തുറിಸುವುದು ചൊറിയുക, ഉരിയുത്ത ഇറുത് അല്ലെങ്കിൽ ഉരിയുವುದು പുകച്ചിലെടുക്കുക. ನನ್ನ ಕಣ್ಣಿನಲ್ಲಿ ನೀರು ಬರ್ತಾ ಇದೆ. എൻ്റെ കണ്ണിൽ വെള്ളം വരുന്നു. അല്ലെങ്കിൽ ನನ್ನ കണ്ണಲ್ಲಿ എന്ന് പറയുമ്പോൾ സംസാര ഭാഷയാണ്. കണ്ണിನಲ್ಲಿ എഴുതുമ്പോൾ ನನ್ನ കണ്ണಲ್ಲಿ ನೀರು ಬರ್ತಾ ಇದೆ. എൻ്റെ കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. ನನ್ನ കാല് ഉളുക്കി ಹೋಗಿದೆ. എൻ്റെ കാല് ഉളുക്കിപ്പോയി. അതായത് ನನ್ನ കാല് ഉളുക്കിത്തു, എൻ്റെ കാല് ഉളുക്കി. ഉളുക്കി മലയാളം വാക്ക് തന്നെ. ನನ್ನ ಕೈ ಕಾಲು ಸೆಳೆಯುತ್ತಾ ಇದೆ. എൻ്റെ കൈയും കാലും ಸೆಳೆಯುತ್ತಾ ಇದೆ, വലിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ കൈകാലൊക്കെ വലിക്കുന്നു എന്ന് പറയാറില്ലേ, അതാണ് ಸೆಳೆಯುತ್ತಾ ಇದೆ. ನನಗೆ ತುಂಬ ಸುಸ್ತಾಗಿದೆ. ಎದ್ದು ನಿಲ್ಲಲು ಆಗ್ತಿಲ್ಲ. അതായത് എനിക്ക് വളരെ ക്ഷീണമുണ്ട്. എದ್ದು നില്ലಲು ಆಗ್ತಿಲ್ಲ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ನನ್ನ ಇಡೀ ശരീരದಲ್ಲಿ നോവിದೆ. ನನ್ನ ಇಡೀ ശരീരದಲ್ಲಿ നോವಿದೆ. എൻ്റെ മുഴുവൻ ശരീരത്തിലും വേദനയുണ്ട്. അത് ശരീരം മുഴുവൻ വേദനയാണ്. ದಿನಾಲು ಗಾಯವನ್ನು ಸ್ವಚ್ಛಗೊಳಿಸಿ. ദിവസവും ಗಾಯ മുറിവ് വൃത്തിയാക്കും. ದಿನಾಲು ಗಾಯವನ್ನು ತೊಳೆಯಿರಿ. ദിവസവും മുറിവ് കഴുകണം അല്ല കഴുകും. ಅವರು ಗಾಯಗೊಂಡಿದ್ದಾರೆ. അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. ಅವರಿಗೆ ಆಕ್ಸಿಡೆಂಟ್ ಆಗಿದೆ, ಆದರೆ അവർക്ക് സ്വല്പം ಗಾಯ ಆಗಲಿಲ್ಲ. അവർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ കുറച്ചും, അതായത് അവർക്ക് അല്പവും മുറിവ് പറ്റിയിട്ടില്ല. ನನಗೆ മൂക്ക് കട്ടിದೆ. എനിക്ക് മൂക്ക് അടച്ചിട്ടുണ്ട്, ജലദോഷം വരുമ്പോൾ. ನನಗೆ ಸೀನು ಬರ್ತಾ ಇದೆ. എനിക്ക് തുമ്മൽ വരുന്നുണ്ട്. അവൻ സീനുತ್ತಿದ್ದಾನೆ. അവൻ തുമ്മുന്നുണ്ട്. ನನ್ನ ಮೂಗು ಸೋರುತ್ತಿದೆ. എൻ്റെ മൂക്ക് ഒലിക്കുന്നുണ്ട്. ನನ್ನ ಮೂಗು ಸುರಿಯುತ್ತಿದೆ. ചില സ്ഥലങ്ങളിലൊക്കെ ನನ್ನ ಮೂಗು ಸುರಿಯುತ್ತಿದೆ എന്ന് പറയാറുണ്ട്. ನನ್ನ മൂಗಿನಲ್ಲಿ നീര് ഇളിത്തದೆ. എൻ്റെ മൂക്കിൽ വെള്ളം ഒഴുകുന്നു. അതായത് മൂക്കൊലിപ്പ് എന്നാണ് പറയുന്നത്. നീര് ഇളിത്തത്, മൂക്കൊലിക്കുന്നത് തന്നെയാണ് അർത്ഥം. ഇളിയുತ್ತದೆ സംസാര ഭാഷ, ഇളിയുತ್ತದೆ എഴുതുമ്പോൾ. സിംബള
ಅದಾയത് ಮೂಕ್ಕಳ. ನನ್ನ ಕಿವಿ ಸೋರ್ತದೆ. ചിലപ്പോൾ ചെവിവേദന എടുക്കുമ്പോൾ ചെവിയിൽ നിന്നും വെള്ളം വരും അല്ലേ, അതിനാണ് പറയുന്നത് കിവി സോറുತ್ತದೆ. കിവി സോറുತ್ತದೆ, ചെവിയിൽ നിന്നും വെള്ളം വരുന്നു. അപ്പം മൂഗ് സോറുತ್ತದೆ, മൂഗ് സുരിಯುತ್ತದೆ. പക്ഷേ ഇവിടെ കിവി സുരിಯುತ್ತದೆ എന്ന് പറയില്ല, കിവി സോറുತ್ತದೆ എന്ന് തന്നെ വേണം പറയാൻ. ನಾನು ಶೀತದಿಂದ ಬಳಲುತ್ತಿದ್ದೇನೆ. അതായത് ഞാൻ ജലദോഷം കൊണ്ട് ಕಷ್ಟಪಡುകയാണ്. ನಾನು ಶೀತದಿಂದ ಬಳಲುತ್ತಿದ್ದೇನೆ. ಶೀತ ಕಡಿಮೆಯಾಗಲು 1 ವಾರ ಹಿಡಿಯಿತು. ജലദോഷം കുറയാൻ 1 ആഴ്ച എടുത്തു. 1 ആഴ്ച എടുത്തു. ಹಿಡಿಯಿತು എടുത്തു. ಹಿಡಿದು അതായത് പിടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നീ ಇದನ್ನು ಹಿಡೀರಿ, നിങ്ങളിത് പിടിക്കൂ, നീ ಇದನ್ನು ಹಿಡಿ, നീ ഇത് പിടിക്ക്. അപ്പോൾ ഇവിടെ ശീത കടിമയാകൽ 1 വാರ ಹಿಡಿಯಿತು. ജലദോഷം കുറയാൻ 1 ആഴ്ച എടുത്തു. അവന് ಕೆಮ್ಮುತ್ತಿದ್ದಾನೆ. അവൻ ചുമയ്ക്കുന്നുണ്ട്. ಕೆಮ್ಮು ചുമ. ಅವಳಿಗೆ ಸೀನುವಿಕೆ ಇದೆ. ಅವൾക്ക് തുമ്മൽ ഉണ്ട്. ಅವರಿಗೆ ಉಸಿರಾಟದ ತೊಂದರೆ ಇದೆ. അവർക്ക് ഉസിരാട്ട അതായത് ശ്വസിക്കുന്ന, അതായത് ശ്വസന തടസ്സം ഉണ്ട്. ನನಗೆ ತುಂಬ തലനോವು ಆಗ್ತಾ ಇದೆ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. ನನಗೆ ತಲೆ ಸಿಡಿದು ಹೋದ ಹಾಗೆ ಆಗ್ತಾ ಇದೆ. ನನಗೆ ತಲೆ ಸಿಡಿದು ಹೋದ ಹಾಗೆ ಆಗ್ತಾ ಇದೆ. എനിക്ക് തല പൊട്ടി പിളരുന്നത് പോലെ തോന്നുന്നു. ನನಗೆ വാന്തി ಬರುವ ಹಾಗಿದೆ. എനിക്ക് ഛർദി വരുന്നത് പോലെയുണ്ട്. വാന്തി, ഛർദി. ನನಗೆ ವಾಕರಿಕೆ ಬರ್ತಾ ಇದೆ. എനിക്ക് വാക്കരിക്കെ അതായത് ഓക്കാനം, വാന്തി, വൊമിറ്റ്. ഇവിടെ വാക്കരിക്കെ ഓക്കാനം ಬರ್ತಾ ಇದೆ. എനിക്ക് ഓക്കാനം വരുന്നുണ്ട്. ನನಗೆ ಹೊಟ್ಟೆ ತೊಳಸಿದ ಹಾಗೆ ആಗುತ್ತದೆ. ചിലപ്പോൾ നമ്മുടെ വയറ് ശരിയില്ലെങ്കിൽ വയറിന് വല്ലാതെ ഒരു സൗണ്ടും എന്തൊക്കെ കലങ്ങി പറയുന്നൊക്കെ പോലെ തോന്നും അല്ലേ, അതിനെയാണ് ತೊಳಸಿದ ಹಾಗೆ എന്ന് പറയുന്നത്. ತೊಳಸುವುದು. ನನಗೆ തല ತಿರುಗುತ್ತಾ ಇದೆ. തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. ನನಗೆ തല ಸುತ್ತುತ್ತಾ ಇದೆ. എനിക്ക് തല കറങ്ങുന്നുണ്ട്. ನನಗೆ തല ತಿರುಗುತ್ತಾ ಇದೆ. എനിക്ക് തല കറങ്ങുന്നുണ്ട്. ತಿರುಗುತ್ತಾ അല്ലെങ്കിൽ ಸುತ್ತುತ್ತಾ. ನನಗೆ ಹೊಟ್ಟೆ ನೋವನ್ನು ತಡೆದುಕೊಳ್ಳಲು ಆಗ್ತಿಲ್ಲ. എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ಆಗ್ತಿಲ್ಲ, ಆಗುತ್ತಾ ಇಲ್ಲ, ಆಗ್ತಾ ಇಲ್ಲ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ಆಗಾಗ ಮೂತ್ರ ವಿಸರ್ಜನೆಗೆ ಹೋಗಬೇಕಾಗುತ್ತೆ. കൂടെ യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചെയ്യണം. മലയാളം വാക്ക് തന്നെ അല്ലേ. മലബദ്ധತೆ ಇದೆ. മലബന്ധം ഉണ്ട്. ದಿನಾಲು ഭേദിയാകുವುದಿಲ್ಲ. ദിവസവും അത് വയറ്റിൽ നിന്ന് പോകുന്നില്ല, അല്ല മോഷൻ പോകുന്നില്ല എന്നർത്ഥം. ಹೊಟ್ಟೆ ಸರಿಯಿಲ್ಲ, വയറ് ശരിയില്ല. ನನಗೆ ಯಾಕೂ ಹಸಿವಾಗ್ತಾ ಇಲ್ಲ. എനിക്കെന്തു വിശക്കുന്നില്ല. ನನಗೆ ಹಸಿವನ್ನು ತಡೆದುಕೊಳ್ಳಲು ಆಗುವುದಿಲ್ಲ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. തടതുകൊള്ളലു, അതിങ്ങനെയും പറയാം. തടതുകൊള്ളുವುದಕ್ಕೆ അല്ലെങ്കിൽ തಡ್ಕೊಳ್ಳಿಕ್ಕೆ, ഇതൊക്കെ സംസാര ഭാഷയാണ്. തടതുകൊള്ളുವುದಕ್ಕೆ എഴുതുമ്പോൾ ഇത് രണ്ടും സംസാര ഭാഷ. ನನಗೆ ವಿಪರೀತ ಬಾಯಾರಿಕೆ ಇದೆ. എനിക്ക് അമിതമായ ദാഹമുണ്ട്. ಇದ್ದಕ್ಕಿದ್ದ ಹಾಗೆ ತೂಕ ಕಡಿಮೆಯಾಗುತ್ತಿದೆ. പെട്ടെന്ന് അതായത് വെയിറ്റ് കുറയുന്നു.
ചില ಅಸುಗಳൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വണ്ണം വയ്ക്കും, ಇല്ലെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയും ಅಲ್ಲ. അപ്പോൾ ഇവിടെ ಇದ್ದಕ್ಕಿದ್ದ ಹಾಗೆ ತೂಕ ಕಡಿಮೆ ಆಗುತ್ತಿದೆ, ತೂಕಂ ಅದರ ವೆಯ್ಟ್ കുറയുന്നു. ನನ್ನ ಹಲ್ಲುಗಳು ಹುಳ ತಿಂದಿದೆ, എൻ്റെ പല്ല് പുഴു തിന്നിട്ടുണ്ട്. ನನ್ನ ಒಸಡುಗಳಿಂದ ರಕ್ತ ಬರುತ್ತಿದೆ, എൻ്റെ ಒಸಡು മോണയിൽ നിന്നും ഒസടുകളിಂದ ರಕ್ತ ಬರುತ್ತಿದೆ, എൻ്റെ മോണയിൽ നിന്നും രക്തം വരുന്നുണ്ട്. ನನ್ನ ಬಾಯಿ ಯಾವಾಗಲೂ ಒಣಗಿರುತ್ತೆ, എൻ്റെ വായ എപ്പോഴും ಒಣಗಿയിരിക്കും, അത് ಒಣಗಿയിട്ടുണ്ടാകും, വായ. ನನ್ನ ಗಂಟಲಲ್ಲಿ ಮುಳ್ಳು ಸಿಕ್ಕಿ ಹಾಕಿಕೊಂಡಿದೆ, എൻ്റെ തൊണ്ടയിൽ മുള്ളു തറച്ചിട്ടുണ്ട്. സിക്കി ഹാക്കിക്കൊണ്ടിದೆ അത് എഴുതുമ്പോൾ സിക്ക് ಹಾಕ್ಕೊಂಡಿದೆ ಅದು സംസാരിക്കുമ്പോൾ. ನನಗೆ ಕುತ್ತಿಗೆಯನ್ನು ಅಲ್ಲಾಡಿಸುವುದಕ್ಕೆ ಆಗ್ತಿಲ್ಲ, എനിക്ക് കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല. അല്ലാടിಸುವುದು അത് അനക്കുക, സംസാരിക്കുമ്പോൾ അല്ലാടിസ്ലിಕ್ಕೆ. ನನಗೆ ತುಂಬ ಬೆನ್ನು ನೋವಾಗ್ತಿದೆ, എനിക്ക് നല്ല ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട്, അതായത് എനിക്ക് നല്ല നടുവേദനയുണ്ട്. ನನಗೆ ಬೆನ್ನು ನೋವಿನಿಂದ ಕೂತ್ಕೊಳ್ಳೋದಕ್ಕೆ ಆಗ್ತಿಲ್ಲ, എനിക്ക് നടുവേദന കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. ಕೂತ್ಕೊಳ್ಳೋದಕ್ಕೆ അത് ഷോർട്ടായി പറയുമ്പോൾ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ. ನನಗೆ ಬೆನ್ನು ನೋವಿನಿಂದ ಮಲಗಿಯೇ ಇರಬೇಕಾಗುತ್ತೆ, അല്ലെങ്കിൽ മലകിയേ ഇറಬೇಕಾಗುತ್ತದೆ. എനിക്ക് ബാക്ക് പെയിൻ കാരണം കിടക്കുക തന്നെ വേണം, അതായത് കിടന്നിരിക്കണം. നടുവേദന കാരണം എപ്പോഴും കിടക്കണം. ನಾನು ಮಲಗಿದ್ದಲ್ಲೇ ಇದ್ದೇನೆ, ഞാൻ കിടന്ന കിടപ്പിൽ തന്നെയാണ് ഉള്ളത്. മലകിದ್ದಲ್ಲೇ കിടന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്, അതായത് കിടന്ന കിടപ്പിൽ തന്നെയാണ് ഉള്ളത്. ನನ್ನ ತ್ವಚೆಯಲ್ಲಿ ತುರಿಕೆ ಕಂಡು ಬರ್ತಾ ಇದೆ, ನನ್ನ ತ್ವಚೆಯಲ್ಲಿ, ತ್ವಚೆ സ്കിൻ, തുറിക്കെ വ്രണങ്ങൾ കണ്ടുവരുന്നുണ്ട്. ನನ್ನ ಕಾಲಿನಲ್ಲಿ ತುರಿಸುತ್ತದೆ, എൻ്റെ കാലിൽ ചൊറിയുന്നുണ്ട്. ನನಗೆ ರಕ್ತದೊತ್ತಡ, ಮಧುಮೇಹ ಎಲ್ಲ ಇದೆ, എനിക്ക് ബ്ലഡ് പ്രഷർ, മധുമേഹ, പ്രമേഹം എല്ലാം ഉണ്ട്. ನಾನು ಒತ್ತಡದಿಂದ ಬಳಲುತ್ತಿದ್ದೇನೆ, ഞാൻ ഒത്തട സ്ട്രെസ്, ഞാൻ സ്ട്രെസ് കാരണം കഷ്ടപ്പെടുകയാണ്. ನಾನು ನಿದ್ರಾಹೀನತೆಯಿಂದ ಬಳಲುತ್ತಿದ್ದೇನೆ, ഞാൻ ഉറക്കമില്ലായ്മ കാരണം കഷ്ടപ്പെടുകയാണ്. ನಾನು ಅನಾರೋಗ್ಯದಿಂದ ಬಳಲುತ್ತಿದ್ದೇನೆ, ഞാൻ അനാരോഗ്യം കാരണം കഷ്ടപ്പെടുകയാണ്. ನಿಮ್ಮ ಆರೋಗ್ಯದ ಬಗ್ಗೆ ಗಮನ ಕೊಡಿ, നിങ്ങളുടെ ആരോഗ്യം ഗമന കൊടി, അത് ഗമനിക്കുക, അതായത് ആരോഗ്യം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ನಿಮ್ಮ ಆರೋಗ್ಯವನ್ನು ನೋಡ್ಕೊಳ್ಳಿ, നിങ്ങളുടെ ಆರೋಗ್യം നോക്കും. ಓಕೆ, ಹಾಗಾದರೆ ನೀವು ಕೂಡ ಆರೋಗ್ಯದ ಬಗ್ಗೆ ಗಮನ ಕೊಡಿ. ಥ್ಯಾಂಕ್ ಯು.